ചങ്ങരംകുളത്ത് നൊമ്പരമുണർത്തുന്ന വാർത്തയായി മാറിയിരിക്കുകയാണ് 20-കാരിയായ അസ്നയുടെ അപ്രതീക്ഷിത വിയോഗം. വിവാഹ ജീവിതത്തിന്റെ മധുവിധ കാലം പിന്നീട് മുൻപേ വെറും 6 മാസം മാത്രം ദാമ്പത്യം നീണ്ടുനിന്ന വേളയിലാണ് യുവതിയെ സ്വന്തം വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചങ്ങരംകുളം ടിപ്പു നഗർ കുറ്റിപ്പുള്ളിയിൽ ഷംസുദ്ദീൻ നദീറ ദമ്പതികളുടെ മകളായ അസ്നയുടെ മരണം കുടുംബാംഗങ്ങളെയും നാട്ടുകാരെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് വീടിന്റെ മുകളിലത്തെ നിലയിൽ കിടപ്പുമുറിയിൽ അസ്നയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ചങ്ങരംകുളം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മരണത്തിന് പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള മാനസിക വിഷമങ്ങളോ മറ്റ് ബാഹ്യമായ ഇടപെടലുകളോ ഉണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് അതീവ ജാഗ്രതയോടെയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏകദേശം 6 മാസം മുൻപായിരുന്നു ചിയാനൂർ സ്വദേശിയും എടപ്പാളിലെ ഒരു പ്രമുഖ മൊബൈൽ ഷോപ്പിലെ ജീവനക്കാരനുമായ അസറുമായി അസ്നയുടെ വിവാഹം ഗംഭീരമായി നടന്നത്. സന്തോഷകരമായ ഒരു കുടുംബജീവിതം സ്വപ്നം കണ്ടിരുന്ന യുവതിയുടെ മരണം വിശ്വസിക്കാൻ പ്രിയപ്പെട്ടവർക്ക് സാധിക്കുന്നില്ല. 2 ദിവസം മുമ്പാണ് അസ്ന ചിയാനൂരിലെ ഭർത്തൃ വീട്ടിൽ നിന്നും ടിപ്പു നഗറിലെ സ്വന്തം വീട്ടിലേക്ക് എത്തിയത്. വീട്ടിലെത്തിയപ്പോൾ അസ്നയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികതയോ മനപ്രയാസമോ ഉണ്ടായിരുന്നോ എന്ന് പോലീസ് ബന്ധുക്കളിൽ നിന്നും ചോദിച്ചറിയുന്നുണ്ട്. മരണ ദിവസം മുകളിലെ മുറിയിൽ അസ്നയെ ഏറെ നേരം കാണാതിരുന്നതിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയ തിരച്ചിലിലാണ് ഹൃദയഭേദകമായ ആ കാഴ്ച കണ്ടത്. മുറിക്കുള്ളിൽ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ അസ്നയെ ഉടൻ തന്നെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് താഴെ ഇറക്കി ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആ ജീവൻ രക്ഷിക്കാനായില്ല. ആശുപത്രിയിൽ എത്തി പരിശോധിച്ച ഡോക്ടർമാർ മരണം നേരത്തെ സംഭവിച്ചതായി സ്ഥിരീകരിക്കുകയായിരുന്നു. വിവാഹം കഴിഞ്ഞ് മാസങ്ങൾക്കകം തന്നെ യുവതി ആത്മഹത്യ ചെയ്തു എന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഗൗരവകരമായ ഒരു കാര്യമാണ്. ചങ്ങരംകുളം പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പ്രാഥമിക ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. അസ്നയുടെ മരണത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ പരാതികളോ ഉള്ളതായി ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എങ്കിലും നിയമപരമായ നടപടിക്രമങ്ങളുടെ ഭാഗമായി RDO തലത്തിലുള്ള അന്വേഷണം ഈ കേസിൽ അനിവാര്യമായി വരും. നിയമമനുസരിച്ച് വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ ഒരു യുവതി ഇത്തരത്തിൽ മരണപ്പെട്ടാൽ അത് RDO തലത്തിലുള്ള അന്വേഷണത്തിലേക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ഭർത്തൃ വീട്ടിലോ സ്വന്തം വീട്ടിലോ അസ്ന എന്തെങ്കിലും തരത്തിലുള്ള പീഡനങ്ങളോ അവഗണനകളോ നേരിട്ടിരുന്നോ എന്ന കാര്യവും പോലീസ് ഗൗരവമായി പരിശോധിക്കുന്നുണ്ട്. മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിരിക്കുകയാണ്. ശാസ്ത്രീയമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണകാരണം ശ്വാസം മുട്ടിയാണോ അതോ മറ്റേതെങ്കിലും ശാരീരിക പ്രശ്നങ്ങൾ മൂലമാണോ എന്ന് ഉറപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. യുവതിയുടെ ഫോൺ രേഖകളും മറ്റ് സന്ദേശങ്ങളും പോലീസ് പരിശോധിക്കും. ആത്മഹത്യയിലേക്കോ അപ്രതീക്ഷിത മരണം സംഭവിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലോ എന്തെങ്കിലും സൂചനകൾ ഇതിൽ നിന്നും ലഭിക്കുമെന്നാണ് പോലീസ് കരുതുന്നത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. തുടർന്ന് ടിപ്പു നഗറിലെ പള്ളി ഖബർസ്ഥാനത്തിൽ ഖബറടക്കം നടക്കും. ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ അസ്നയുടെ മരണം സാമൂഹിക മാധ്യമങ്ങളിലും വലിയ ചർച്ചയായിട്ടുണ്ട്. സാമൂഹികമായ ഒട്ടേറെ വെല്ലുവിളികൾ നിലനിൽക്കിയ കാലഘട്ടത്തിൽ യുവതലമുറ ഇത്തരത്തിൽ കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്നത് ആശങ്കാജനകമാണ്. ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയും നേരിടാൻ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും പിന്തുണ ഉറപ്പാക്കേണ്ടതുണ്ട്. മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ അത് മറ്റുള്ളവരുമായി പങ്കുവെക്കാനും പ്രൊഫഷണൽ സഹായം തേടാനും മടിക്കരുത്. ആത്മഹത്യ എന്നത് ഒന്നിനും പരിഹാരമല്ലെന്നും ഓരോ ജീവനും അമൂല്യമാണെന്നും തിരിച്ചറിയേണ്ടതുണ്ട്. ഒറ്റപ്പെട്ടതായി തോന്നുന്ന നിമിഷങ്ങളിൽ ഒരു ഫോൺ കോളിലൂടെയോ നേരിട്ടോ പ്രിയപ്പെട്ടവരോട് സംസാരിക്കുന്നത് മനസ്സിന്റെ ഭാരം കുറയ്ക്കാൻ സഹായിക്കും. അസ്നയുടെ വിയോഗത്തിൽ ചങ്ങരംകുളത്തെ നാട്ടുകാർ ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ്. അന്വേഷണം പൂർത്തിയാകുന്നതോടെ മരണത്തിന് പിന്നിലെ സത്യാവസ്ഥ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കാം.